വെൽക്കം ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഇന്ന് 23/7/2025 വെനസ്ഡേ ആണ്. അപ്പൊ ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡ് എങ്ങനെ ട്രേഡ് ചെയ്താലായിരിക്കും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതിന് തന്നെ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഹോൾ മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഗോൾഡിന്റെ ഒരു മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ആണ്. ബൈ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബൈ ആണ് ഉണ്ടായിരുന്നത്. കാരണം ഇന്നലെ വളരെയധികം വലിയൊരു മൂവ്മെന്റ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്നലെ ഒരു മോർണിംഗ് ടൈം നമുക്ക് തീരെ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല. നമുക്കൊരു 6 o'clock കൂടിയാണ് നമുക്ക് നല്ല മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നത്. ഗോൾഡ് ഒരു ഹൈ റേറ്റിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇന്നും നമുക്ക് ബൈ തന്നെയാണ് ഉള്ളത്. അപ്പൊ മോർണിംഗ് ഒരു ഡയറക്ഷൻ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും ഹൈയിൽ പോയിട്ട് ഒരു സെല്ലിലേക്ക് ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ബൈ ആണ്. അത് മാറാത്തിടത്തോളം കാലം വളരെ വേഗത്തിലേക്ക് അപ്പിലേക്ക് പോകാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലും നമുക്ക് ബൈ എൻട്രികൾക്കാണ് കൂടുതലും സാധ്യതകൾ ഉള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3439 ആണ്. ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3418.75 ആണ്. അപ്പൊ ഇത്രയും ഹൈയിലേക്ക് പോയത് കൊണ്ട് തന്നെ നല്ലൊരു റിജക്ഷൻ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു സെൽ എൻട്രികളൊക്കെ നമുക്ക് സാധ്യതയുണ്ട്. കാരണം അത്രയും ഹൈയിൽ പോകുമ്പോൾ ഒരു കുറച്ചൊരു റിജക്ഷൻ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ സെല്ല് പോകുമ്പോൾ പോലും നമ്മൾ സെല്ല് എടുക്കുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കും. ഒരു ലോങ് റണ്ണിനൊന്നും നിൽക്കാതെ ഒരു സ്കാൽപ്പ് ഒക്കെ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ സെല്ലിനുള്ള ഒരു പ്രോപ്പർ കൺഫർമേഷൻ ഓരോരുത്തരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് കിട്ടിയാൽ മാത്രം സെൽ എൻട്രികൾ പ്ലേസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ബൈ എൻട്രികൾ പ്ലേസ് ചെയ്താലായിരിക്കും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്കൊരു ഗോൾഡിന്റെ മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്കൊരു ഡേ ടൈമിൽ മൂവ്മെന്റ്സ് വളരെയധികം കുറവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 100 പിപ്സ് ഒക്കെ മാത്രമേ നമുക്കൊരു മോർണിംഗ് ടൈം കൂടുതലായിട്ട് മൂവ്മെന്റ്സ് വളരെയധികം കുറവാണ്. നമുക്കൊരു ന്യൂയോർക്ക് മാർക്കറ്റ് സെഷനിലാണ് നമുക്ക് കൂടുതലും മൂവ്മെന്റ്സ് ഉണ്ട്. ആ ഒരു സമയമാണ് ഇപ്പോൾ കൂടുതലും ഒരു ട്രേഡ് ചെയ്യാനായിട്ട് നല്ലതായിട്ട് എനിക്കൊരു 2-3 വീക്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ നല്ലൊരു മൂവ്മെന്റ്സും അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടാനും ഒക്കെ സാധ്യതയുള്ളൂ. അതിനുശേഷം ഒരു 9 o'clock കൂടി ആ മൂവ്മെന്റും നിൽക്കുകയാണ് ചെയ്യുക. ഒരു മൂവ്മെന്റ് വരുന്ന ഒരു സമയം അതായിട്ടാണ് ഇപ്പൊ മാറിയിട്ടുള്ളത്. അപ്പൊ മോർണിംഗിൽ ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ വളരെയധികം കെയർഫുൾ ആവുക. നമ്മളൊരു നല്ലൊരു ഡൗൺ പ്രൈസിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ബൈ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സെല്ലിലേക്ക് അത് അങ്ങനെ ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അത് സെല്ലിലേക്ക് മാറാനുള്ള ചാൻസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് നോക്കി പെർഫെക്റ്റ് എൻട്രി വിത്ത് പെർഫെക്റ്റ് എസ്എല്ലും വെച്ചിട്ട് മാത്രം നമ്മൾ ട്രേഡ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ല, നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ കൊടുത്തിരിക്കുന്ന സിഗ്നലും അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്നലെ മോർണിംഗ് നമ്മളൊരു സെല്ല് കൊടുത്തിരുന്ന മോർണിംഗ് അത്ര മൂവ്മെന്റ്സ് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. 3386, 88, 90, അതായത് കറന്റ് മാർക്കറ്റ് പ്രൈസ് 86 ആയിരുന്നു. അപ്പൊ അതാണ് ഫസ്റ്റ് ആക്റ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് TP1, TP2, TP3, TP4 ആണുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് തന്നെ നമുക്ക് TP1 ഹിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്ക് അതർ എൻട്രികളും ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം നമുക്കൊരു 60 പിപ്സ് വരെ ഓൾമോസ്റ്റ് ഇത് റൺ ആയിട്ടുള്ളൂ. അതിനുശേഷം ഈവനിങ്ങോടുകൂടി മാർക്കറ്റിന്റെ രീതി മാറിയ സമയത്ത് നമ്മളത് ക്ലോസ് ട്രേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു ലോങ് ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരാളുകൾക്ക് ഒരു 30 പിപ്സ് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാത്ത ആളുകൾക്ക് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബൈ സിഗ്നൽ കൊടുത്തിരുന്നു. 87, 89, 91 മാത്രമേ നമുക്ക് ആക്റ്റീവ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ട് അത് മൂവ് ചെയ്തതാണ്. ഒട്ടും ലോസിലേക്ക് വരാതെ നമ്മളുടെ ഓൾ TP ഹിറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ബൈ ഒക്കെ ഒരുപാട് ഹോൾഡ് ചെയ്യുന്ന ക്ലയൻസ് നമുക്കുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ പല റെഫറൻസ് കാര്യങ്ങൾ എത്ര വരെ പോകും, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്ക് നല്ല രീതിയിൽ ആ ഒരു സിഗ്നൽ പോയിട്ടുണ്ട്. ഏകദേശം ഒരു 390 പിപ്സ് വരെയാണ് ഞാൻ കൗണ്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് മോർണിംഗ് ഒക്കെ വെയിറ്റ് ചെയ്തവർക്ക് നല്ല രീതിയിലേക്ക് പ്രോഫിറ്റ് ആ ഒരു സിഗ്നൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 390 പിപ്സ് വരെയാണ് ഞാൻ കൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും മാർക്കറ്റ് നല്ല രീതിയിൽ ആ ഒരു പ്രോഫിറ്റിൽ തന്നെയാണ് റൺ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്.